പ്രതിഷേധ ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമരത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധം ഒരു സാധാരണ രാഷ്ട്രീയ സമരമല്ല. കൂട്ടായ്മയ്ക്ക് നൽകിയിരിക്കുന്ന പേരിലെ കൗതുകം കൊണ്ടും സമരത്തിന്റെ അവതരണ രീതി കൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പിന്തുണയാണ് CJPക്ക് ലഭിക്കുന്നത്. ഇന്ത്യ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ അലയടിക്കുന്നത്. എന്താണിവർ പറയാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ജന്തർ മന്ദറിലെ ഈ സമരം ഇത്രയധികം ജനശ്രദ്ധ നേടുന്നത്? നോക്കാം വിശദമായി. രാഷ്ട്രീയ പശ്ചാത്തലം ഏതുമില്ലാതെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള യുവാക്കളെ പലതവണ ആട്ടിയോടിച്ചിട്ടും ജന്തർ മന്ദറിന് മുന്നിൽ വീണ്ടും തടിച്ചുകൂടുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമാണ് ഉള്ളത് എന്നാണ് അവകാശപ്പെടുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ശക്തമായ വെല്ലുവിളികൾക്ക് നേരെയുള്ള ചോദ്യങ്ങളും രാഷ്ട്രീയ മത സാമുദായിക അകമ്പടികളൊന്നുമില്ലാതെ തങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് CJP അധ്യക്ഷൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കുന്നത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് സമരങ്ങൾക്ക് വിലക്കില്ല. അന്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാതെ പൊതുമുതൽ നശിപ്പിക്കാതെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എക്കാലത്തും സ്വാഗതാർഹമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിരാഹാര സമരമെന്ന ഏറ്റവും അഹിംസാപരമായ സമരരീതി അടിച്ചമർത്തപ്പെടുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിൽ രഹിതരായ യുവാക്കളെയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെയും പരാമർശിച്ചുകൊണ്ട് നടത്തിയ ചില വിവാദ പരാമർശങ്ങൾക്കെതിരെയുള്ള ഒരു ആക്ഷേപഹാസ്യ പ്രതികരണമെന്ന നിലയിലാണ് ഈ പേര് സ്വീകരിച്ചത്. ആരംഭിച്ച ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മില്യൺ കണക്കിന് അനുയായികളെ നേടി ഭരണകക്ഷികളെ പോലും ഞെട്ടിക്കുന്ന സോഷ്യൽ മീഡിയ സാന്നിധ്യമായി CJP മാറി. കോക്രോച്ച് ജനതാ പാർട്ടി എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് എന്ന് നോക്കാം. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയല്ല. സമൂഹത്തിലെ സാധാരണക്കാരുടെ അവഗണനയും ഭരണകൂടത്തിന്റെ അനാസ്ഥയും പ്രതീകാത്മകമായി അവതരിപ്പിക്കാനാണ് ഈ പേര് സ്വീകരിച്ചത് എന്നാണ് പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഏത് സാഹചര്യത്തിലും അതിജീവനം നടത്തുന്ന ജീവികളാണ് പാറ്റകൾ. അതുപോലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെയാണ് ഈ പേര് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് സംഘടനയുടെ വിശദീകരണം. CJPയുടെ സമരരീതി ഒന്ന് നോക്കാം. സാധാരണ വാർത്താ സമ്മേളനങ്ങളെയും പോസ്റ്ററുകളെയും ആശ്രയിക്കുന്നതിന് പകരം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, X തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ, യുവജനങ്ങളുടെ ഭാവി തുടങ്ങിയവയിലെ അനിശ്ചിതത്വമാണ് സമരം ഉയർത്തിക്കാട്ടുന്നത്. വലിയ വേദികളും നീണ്ട പ്രസംഗങ്ങളും ഒഴിവാക്കി ലളിതമായ സന്ദേശങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളുമാണ് CJPയുടെ സമരരീതി. ഏറ്റവും അഹിംസാപരമായ നിരാഹാര സമരത്തിലൂടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് കൂട്ടായ്മ വ്യക്തമാക്കുന്നത്. യുവാക്കൾ CJPയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുകൂടി നോക്കാം. യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രതിഷേധ കൂട്ടായ്മയായാണ് CJP സ്വയം അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ ടുഡേയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ നീറ്റ് പരീക്ഷാ ക്രമക്കേട് കാരണം 93 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി മുൾമുനയിൽ നിർത്തുന്ന രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ശബ്ദമുയർത്താൻ തയ്യാറായി നിൽക്കുന്ന സമയത്തായിരുന്നു CJPയുടെ ഉദയം. ഒരു ഓൺലൈൻ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധമാണ് ഇന്ന് രാജ്യവ്യാപകമായി ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ വിഷയം ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നത് ഏറെ ശ്രദ്ധേയമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ CJPക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ സമരത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്നതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തുന്ന നിരാഹാര സമരം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നാളേക്കുള്ള നാഴികക്കല്ലാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ജനങ്ങളുടെ പ്രതികരണശേഷിയും ചോദ്യം ചെയ്യാനുള്ള അധികാരത്തെയും നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഭരണകൂടത്തിനും മുന്നിലെ മൂർച്ചയുള്ള ഉത്തരമാണ് ഡൽഹിയിൽ ഉയരുന്ന ഈ പ്രതിഷേധ ശബ്ദം. കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് കേവലം ഒരു സമരമല്ല, മറിച്ച് അനീതിക്കെതിരെ പോരാടാൻ പുതിയ കാലത്തെ യുവാക്കൾ കണ്ടെത്തിയ ക്രിയേറ്റീവായ ഒരു പ്രതിരോധ മാർഗമാണ്. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും പടർന്നു പന്തലിക്കുന്ന പ്രകൃതിയുടെ നിയമം പോലെ ജനങ്ങളുടെ ഈ അതിജീവന ശബ്ദവും ഇനി അധികാരികൾക്ക് കേൾക്കാതിരിക്കാൻ ആവില്ല.